ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിരുന്നു നമ്മൾ സ്കോട്ട്ലൻഡിൽ ട്രിപ്പ് പോകാനുള്ള പ്ലാനാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ആണ് ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഞങ്ങൾ സ്റ്റേസൊക്കെ നോക്കി. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ ഒട്ടുമിക്കതും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അവസാനം ഞങ്ങൾ നോക്കിയിട്ട് അബർഡീനിൽ ഞങ്ങളൊരു സ്റ്റേ നോക്കിയെടുത്തു. അവിടെ നിന്ന് അബർഡീനിൽ കുറച്ച് ബീച്ചും കാര്യങ്ങളൊക്കെ കറങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കെൽപിസി പോയിട്ട് അവിടെ നിന്ന് നേരെ അബർഡീനിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ സ്റ്റേ എടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ അബർഡീൻ ബീച്ചൊക്കെ കറങ്ങി തിരിച്ച് നമ്മൾ അന്ന് വൈകുന്നേരം തന്നെ ഹാരി പോട്ടർ ബ്രിഡ്ജിലേക്ക് പോകുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. സ്റ്റേ ഒന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 സോസേജ്, ഒരു 2 സ്ലൈസസ് ടോസ്റ്റ്, 3 ഹാഷ് ബ്രൗൺസ്, 2 ഫ്രൈഡ് എഗ്, 1 ബീൻസ്, 2 പീസ് ബേക്കൺ. സിംഗിള് അതിനുണ്ട്. അതെ, ഈ പുല്ല് ഒതുക്കുവാണോ എടുക്കുവാണോ എന്താ ഉദ്ദേശം? ഇവിടെ കിട്ടണ ഇവിടെ കിട്ടിയാ എവിടെ ഉറപ്പിക്കട്ടോ. പക്ഷെ ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോ പക്ഷെ ബാക്കിലത്തുള്ള കാരണം നമ്മൾ ഫുള്ള് കയറാൻ പറ്റില്ല എന്നൊന്നും. നമ്മുടെ ഫ്രണ്ട് നീളം കൂടുതലല്ലേ. അല്ലേ കറക്റ്റല്ലേ? ഫ്രണ്ട് പുറത്തല്ലേ? അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ചാണ് കഴിച്ചത്. അതായത് ഉച്ചയ്ക്കും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയ്ക്കുള്ളൊരു സമയത്ത് അങ്ങനെ ബ്രഞ്ചൊക്കെ കഴിച്ച് നേരെ ഓടി 4.5 മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്ന് ഓടി. അങ്ങനെ നേരെ അവിടെ നിന്ന് ഓടി നേരെ കെൽപ്പിസിലേക്ക് വിട്ടു. അപ്പോൾ കെൽപ്പിസിൽ നമ്മൾ ഏകദേശം ഒരു 4 മണി 4:30 ആ സമയമായപ്പോഴാണ് എത്തിയത്. അപ്പോൾ ഏകദേശം സൂര്യനൊക്കെ ഒന്ന് ആറി ഏതെങ്കിലും ചൂടൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. നല്ല വെളിച്ചം, നല്ല അറ്റ്മോസ്ഫിയർ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് കെൽപ്പിസ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥലം. അതായത് കെൽപ്പിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ടിഷ് മുത്തശ്ശി കഥകളിലെ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഭൂതം, അല്ലെങ്കിൽ ആ ഭൂതം പല രൂപങ്ങളും സ്വീകരിക്കും. കൂടുതലായിട്ടും അവർ സ്വീകരിക്കുന്നത് 2 കുതിരകളുടെ രൂപമായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു മിത്തോളജിയിലാണ് ഈ പറഞ്ഞ കെൽപ്പിസ് എന്ന് പറയുന്ന ഒരു ഇതായി വന്നത്. അങ്ങനെയാണ് അവർ ഈ പറഞ്ഞ ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ അവിടെ സ്ഥാപിച്ചത് തന്നെ. അപ്പോൾ അവിടെയുള്ളൊരു ഗിഫ്റ്റ് ഷോപ്പാണ്. അവിടെ കീ ചെയിൻ, റിങ്സ്, കുറേ ഗിഫ്റ്റ് സാധനങ്ങൾ, അങ്ങനെ കുറേയൊക്കെ മെഴുകിയിട്ടുണ്ട് അവിടെ. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് അവിടെ നിന്ന് കറങ്ങി കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ കാഴ്ചകൾ കണ്ടു. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ്സും നൈറ്റ് ടൈമിൽ കുറേ ലൈറ്റ്സ് ഇട്ടിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ കിളികൾ തന്നെ കൂടിയിട്ടുണ്ട്. അതൊക്കെ കാണാനൊക്കെ പറ്റും. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ എൻജോയ് ചെയ്ത് നിന്നു. കെൽപ്പിസ് എങ്ങനെയുണ്ട്? അഭിപ്രായം പറ. നിങ്ങളുടെ അഭിപ്രായം പറ. എങ്ങനെയുണ്ട്? നല്ലത് തന്നെ. നല്ല സൂപ്പറാണോ? സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? നല്ല സ്കൾപ്ചേഴ്സ്.
അങ്ങനെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് വയ്യ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ആദ്യം തന്നെ ഒരു നേപ്പാളി റെസ്റ്റോറൻറ്റിലാണ് പോകാൻ ഉദ്ദേശിച്ചത്, ഇൻഡോ നേപ്പാളി. പിന്നെ അത് മാറ്റി ഞങ്ങൾ നേരെ ഒരു തായ്ലൻഡ് റെസ്റ്റോറൻറ്റ് പിടിച്ചു. അവിടെ പോയിട്ട് നല്ല അടിപൊളി ഡിഷ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. നമ്മുടെ നാട്ടിലെ ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും. കറികൾക്ക് തന്നെ നമ്മുടെ നാട്ടിലെ പാല് വെച്ച് മീൻ കറിയുടെ ടേസ്റ്റ് സ്മെല്ലൊക്കെ അങ്ങനെ തന്നെ എന്നാലും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ എൻജോയ് ചെയ്തു. തായ് ഫുഡ്സിൽ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്ലേവേഴ്സാണ്. ഇപ്പോൾ ഈ കൊണ്ടുവന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെജിറ്റബിൾ സലാഡ് ഉണ്ട്. ആ സലാഡിൽ തന്നെ സ്പ്രൗട്ടും പിന്നെ കുറേ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഹാഫ് ഡക്ക് റോസ്റ്റ് ചെയ്തത്. ഡക്ക് റോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹണി ചില്ലി സോസിലിട്ട് റോസ്റ്റ് ചെയ്ത സാധനമാണ്, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഒരു നൂഡിൽസ് സൂപ്പ് പോലെ, അതായത് കുറേ കറി. നമ്മുടെ മെയിനായിട്ട് അതിൽ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് മിൽക്കാണ്. ആ കോക്കനട്ട് മിൽക്കിൽ തന്നെ കുറേ സ്പൈസസും കുറേ ഫ്ലേവേഴ്സൊക്കെ ഇട്ടിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. ഡക്കറി ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല കഥയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ തിരിച്ചു. ഞങ്ങൾ നേരെ ഒരു 2 മണിക്കൂർ ഡ്രൈവ് അബദീനിലെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു Airbnb ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോണേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ, ബൈ.